നമ്മൾ അടുത്തിടെ എല്ലാവരും ശ്രദ്ധിച്ചൊരു മത്സരമായിരുന്നു മിസ് ഇന്ത്യ മത്സരം. അതിൽ തന്നെ മിസ് ഇന്ത്യ ആയത് മലയാളിയായ പാർവതി ഓമനക്കുട്ടനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ യശസ് വാനോളം ഉയർത്തിയിരിക്കുന്നു ഈ സുന്ദരി, അല്ലേ? തീർച്ചയായും. മിസ് സൗത്ത് ഇന്ത്യ ആയപ്പോഴും പാർവതി വനിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ സന്തോഷം പങ്കിടുന്നത് ഇതാ ഇപ്പൊ മിസ് ഇന്ത്യ ആയതിന്റെ സന്തോഷത്തിലാണ് പാർവതി. എന്തായാലും നമുക്ക് ആ സന്തോഷത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ആ സന്തോഷത്തിലേക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അതിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ മിസ് ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എൻ്റെ പേരൻസിൻ്റെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത് ചെയ്തിരുന്നത്. അത് ചെയ്ത് ഞാൻ കേരളത്തിന്റെ അഭിമാനം കൂട്ടി. പക്ഷെ ഇപ്പൊ ഞാൻ മിസ് വേൾഡ് കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഫുൾ ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നിലുള്ളത്. അവരുടെ ഫുൾ എക്സ്പെക്ടേഷൻസ് ആണ് എന്നിലുള്ളത്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കൂടിയത് കാരണം കുറച്ച് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നിൽ സെൽഫ് കോൺഫിഡൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് ഐ ഡു വെൽ. ഞങ്ങളുടെ ട്രെയിനിങ് 21 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ആ 21 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇത് ആദ്യത്തെ ബാച്ച് ആയിരിക്കും. അതിൽ 28 കണ്ടസ്റ്റൻസും 21 ഡേയ്സ് വരെ ഒരു വഴക്കും ഇല്ലാതെ, ഒരു ആർഗ്യുമെന്റും ഇല്ലാതെ, ഒരു ഈഗോ ക്ലാഷും ഇല്ലാതെ നല്ല കളിച്ച് ചിരിച്ച് ഫുൾ കോൺസെൻട്രേഷൻ, ഞങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഫുൾ ടൈം പാസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് അങ്ങനത്തെ. എനിക്ക് തോന്നുന്നത് അതൊരു ഫസ്റ്റ് ബാച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രെയിനേഴ്സ് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ചസ് ഇൻ ദ പാസ്റ്റ് 6-7 years. അതുകൊണ്ട് അതിൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫൈനൽ ഡേയിലായിരുന്നു. അതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. അപ്പൊ എനിക്ക് ക്രൗൺ വെച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ 3 പേരും, ഞാനും എന്റെ വേറെ 2 വിനേഴ്സ്, ഞങ്ങൾ ഹെഡ് റാമ്പിൽ പോയി നിന്നപ്പോൾ ഞാൻ എന്റെ ഫുൾ ഫാമിലിയെ കണ്ടു. എന്റെ ഫുൾ ഫ്രണ്ട്സ്, എന്റെ എല്ലാ ഫാമിലിയും അവരെല്ലാവരും വന്ന് അവര് സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. അപ്പൊ അതൊരു ടച്ചിങ് ഫീലിംഗ് ആണ്. അന്നേരമാണ് എനിക്കത് റിയലൈസ് ആയത്, എന്റെ അച്ചീവ്മെന്റ് എത്ര വലുതാണെന്നത് അന്നേരമാണ് എനിക്ക് ഫീൽ ആയത്. അപ്പം അന്നേരമാണ് എനിക്ക് റിയലൈസ് ആയത് ഐ ആം കേപ്പബിൾ ഓഫ് മേക്കിംഗ് പീപ്പിൾ പ്രൗഡ്. അതാണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. അതുകൂടാതെ വേറെ സ്പെഷ്യൽ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മച്ചി ബോംബെയിൽ വന്നു. അത് എന്റെ മിസ് ഇന്ത്യ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം 15 വർഷം കഴിഞ്ഞിട്ട് 15 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നത്, ബോംബെയിൽ വരുന്നത്. അത് കുറെ സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ട്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് എൻഡ്ലെസ് ആണ്. The final winner is the Pantaloons Femina Miss India World 2008 is contestant number 14, Parvati Omnakuttan. ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ കുറെ എക്സ്പേർട്സ് ഉണ്ട് ഞങ്ങൾക്ക്. സ്റ്റാർട്ടിങ് ഫ്രം ഹെയറിന് വേണ്ടിയിട്ട് റിച്ച് ഫീൽ എന്ന് പറഞ്ഞ കമ്പനിയിലെ ഡോക്ടേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ് ഫ്രം ഹെയർ ഓയിൽ, ഹെയർ ഷാംപൂ, ഹെയർ കെയർ എങ്ങനെ ചെയ്യണം അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് തന്നിരുന്നു. പിന്നെ ഡോക്ടർ ജമുന പായ് ഞങ്ങളുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഡോക്ടറാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും റാഷോ അലർജിയോ പിമ്പിൾസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷീ ഈസ് ടു ഹെൽപ്പ് അസ്. പിന്നെ ഡിയാൻ പണ്ടേ എന്ന് പറഞ്ഞ ഫിറ്റ്നസ് എക്സ്പേർട്ട് ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ച് ഓവർ വെയിറ്റ് ആൾക്കാരുടെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം, അണ്ടർ വെയിറ്റ് ആൾക്കാരുടെ വെയിറ്റ് എങ്ങനെ കൂട്ടണം, എന്നെ പോലത്തെ മീൻസ് നോർമൽ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനനുസരിച്ചായിരുന്നു എല്ലാവർക്കും എക്സസൈസ് റിജീം കൊടുത്തിരുന്നത്. പിന്നെ നീതി ദേശായി എന്ന് പറഞ്ഞ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. അവരാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിന്റെ ഇടയ്ക്കുള്ള സ്നാക്സ് അത് എങ്ങനെ കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം അതെല്ലാം പറഞ്ഞിരുന്നത്.
പിന്നെ ഹേമന്ത് ത്രിവേദിയാണ് ഞങ്ങളുടെ കണ്ടസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങളുടെ എല്ലാ സീക്വൻസ് എങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് ക്വസ്റ്റ്യനിൽ എങ്ങനെ ആൻസർ പറയണം, അതെല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ സബീര മോർച്ചന്റ് ആണ് ഞങ്ങളുടെ ഡിക്ഷൻ എക്സ്പെർട്ട്. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, എങ്ങനെ ഫോർമലി സംസാരിക്കണം, എങ്ങനെ ഇൻഫോർമലി സംസാരിക്കണം, എത്ര ഹാൻഡ് ജെസ്റ്റേഴ്സ് വേണം, അതൊക്കെ പഠിപ്പിക്കുന്ന സബീര മോർച്ചന്റ് ആണ്. പിന്നെ കുറെ അങ്ങനെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറെ ഹെൽപ്പ് കിട്ടി. പിന്നെ ഞങ്ങളുടെ സബ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു അത്. അതിൽ മിസ് ബ്യൂട്ടിഫുൾ ഹെയർ, മിസ് ബ്യൂട്ടിഫുൾ ഐസ്, ബ്യൂട്ടിഫുൾ സ്മൈൽ, പിന്നെ ബ്യൂട്ടിഫുൾ ലെഗ്സ്, ബെസ്റ്റ് ബോഡി, ബെസ്റ്റ് ടാലന്റ്, പിന്നെ മിസ് പേഴ്സണാലിറ്റി, അങ്ങനെ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് 3 കോമ്പറ്റീഷൻസിൽ പ്രൈസ് കിട്ടി. ബ്യൂട്ടിഫുൾ ഹെയർ, ഫേമസ് പേഴ്സണാലിറ്റി ആൻഡ് മിസ് ഫോട്ടോജനിക്. അങ്ങനെ കുറെ സബ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിനിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടും, എങ്ങനെ സ്റ്റേജിൽ സംസാരിക്കേണ്ടത്, സ്റ്റേജിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മള് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ക്യാമറ ക്രൂ എപ്പോഴും ഞങ്ങളുടെ പുറകിലുണ്ടായിരിക്കും. അപ്പം എങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം, എത്ര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്രെയിനിങ് പ്രോസസ്സിൽ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ട്രാൻസ്ഫോം ആണ്. ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കഴിയുമ്പോൾ വെളി വരുന്നത്. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഐ തിങ്ക് അതെന്നെ ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട് പേഴ്സണലി.